കുറച്ചുകൂടെ കുടിക്ക് കുടിക്ക്. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടോ? അമ്മ ഉടൻ ജപ്തി നടപടികൾ ഉണ്ടാവും. അപ്പൊ നമ്മള് ഈ വീട് വിട്ടിറങ്ങണമെന്ന്. ഇനി എന്ത് ചെയ്യും അമ്മേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആ ജയേഷ് സഹായിക്കാന്ന് പറഞ്ഞു. പക്ഷേ നിനക്കതിന് താല്പര്യമില്ലല്ലോ. അമ്മേ, അതെന്നെ വിവാഹം കഴിക്കാനുള്ള തന്ത്രം അമ്മേ. അത് നടക്കില്ല. പിന്നെ വെറുതെ ആരെങ്കിലും ഇത്രയും രൂപ തരൂ? നിനക്ക് ജയേഷിനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ആരും നിർബന്ധിച്ച് വിവാഹവും നടത്തുന്നില്ല. പക്ഷേ ഒരാഴ്ചക്കകം 15 ലക്ഷം രൂപ നീ ഉണ്ടാക്കി തരണം. അമ്മ, 15 ലക്ഷം രൂപ ഞാൻ എങ്ങനെ സംഘടിപ്പിക്കാനാ? അതിനാണോ നിനക്ക് പറ്റാത്തത്? നിന്റെ ജീവന്റെ ജീവനല്ലേ അരുൺ. അപ്പോ അരുൺ സഹായിക്കട്ടെ. നീ അവനോട് ചോദിക്കേ. അല്ലെങ്കിൽ നിന്നെ ശ്രീകുട്ടിയെ രക്ഷിക്കേണ്ട ചുമതല അരുണിനുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കേ. അമ്മേ, അത് ശരിയാവില്ല. അമ്മേ, എന്താ ശരിയാവത്തെ? ശ്രീകുട്ടി അവന്റെ മോളല്ലേ? നിന്റെ കഴുത്തിൽ അവനല്ലേ താലി കെട്ടിയത്? അപ്പൊ നിങ്ങളെ രക്ഷിക്കേണ്ട ചുമതല ഉറപ്പായിട്ട് അരുണിനുണ്ട്. എന്നാലും അമ്മ, അത് ഇനി വേറെ വഴിയില്ല മോളെ. ഒരാഴ്ച സമയമുണ്ട്. ഒന്നുകിൽ അരുൺ 15 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന നീ അനുസരിക്കേണ്ടി വരും. അരുൺ രൂപ തന്നില്ലെങ്കിൽ ജയേഷ് 15 ലക്ഷം രൂപ തരും. അത് അവൻ എനിക്ക് തന്നിട്ടുള്ള വാക്കാ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി ആ നിമിഷം പൊട്ടിച്ചെറിയണം. എന്നിട്ട് ഈ കഴുത്തിൽ ജയേഷ് ഒരു മിന്നു കെട്ടും. മനസ്സിലായോ? എനിക്ക് ഒരു കാര്യത്തിലും നിർബന്ധമില്ല. പക്ഷെ ഈ വീടും പറമ്പും ജപ്തി ചെയ്തു പോവാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിലേ വീട്ടിൽ നിന്റെ അമ്മ, ഈ ഞാൻ തൂങ്ങി നിൽക്കും. അതുറപ്പാ. അമ്മേ, ഞാൻ ആലോചിക്കാൻ സമയമുണ്ട്. തീരുമാനം എടുക്കേണ്ടത് നീയാ. നിന്നെയും കുഞ്ഞിനെയും അരുൺ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അരുൺ ജപ്തിയിൽ നിന്ന് ഈ വീട് സംരക്ഷിച്ചിരിക്കും. ഇല്ലെങ്കിൽ ആ നിമിഷം നീ ജയേഷിന്റെ ഭാര്യയാവാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കോ. അത് നടന്നിരിക്കും. ഞാൻ നടത്തിയിരിക്കും. നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയായി പറയുന്നേ. ഉറപ്പ്.